ഹലോ. അപ്പം എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറേ ഹെൽപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് എൻ്റെ മോനാണ്. അതായത് ഞാനൊരു പഴങ്കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. തംബ്നെയിൽ കണ്ട പോലെ ഒരു പഴങ്കഞ്ഞി. പെട്ടെന്ന് ഈ പഴങ്കഞ്ഞീൻ്റെ ഒരു ആഗ്രഹം എന്ന് വന്നതെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ചാനലിൽ ഒരു രാമേശ്വരം യാത്രയുടെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ അവിടെ പഴങ്കഞ്ഞി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു ബൗളിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ മുതൽക്കൊന്ന് പഴങ്കഞ്ഞി കുടിക്കണം എന്നാഗ്രഹം. വലിയ പഴങ്കഞ്ഞി ഫാനൊന്നും അല്ല ഞാൻ, പക്ഷെ അത് കുടിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അങ്ങനെ ഇവിടെ ആ പഴങ്കഞ്ഞി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. മോനാണ് റെഡിയാക്കണത്. ചോറ് കുറച്ച് തൈരൊക്കെ ഇട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ അഭിപ്രായത്തിൽ 2 മുട്ടണം എന്നാണ് പറയുന്നത്, എന്നാലേ സെറ്റാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഒക്കെ റെഡിയാക്കി അങ്ങനെ രാവിലെ ഞങ്ങൾ കഴിക്കാൻ നോക്കുകയാണ്. തൈരൊക്കെ ഒഴിച്ച് ചോറിലൊന്ന് സെറ്റാക്കി വെച്ചു. ചോറ് തൈര് എല്ലാം കൂടി സെറ്റാക്കി വെച്ചിട്ട് കൊടുക്കുക. അത് ഫസ്റ്റ് രേഷനാണ് കൊടുക്കുന്നത്. ഇത് കണ്ടിട്ട് ആരും മന്ദം വിടണം, പഴങ്കഞ്ചി എന്താ ഇങ്ങനെ കുടിക്കുന്നതെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. രതീഷേട്ടന് എന്തുണ്ടെങ്കിലും ഈ പ്ലേറ്റ് അല്ലാതെ കഴിക്കില്ല. ഈ പ്ലേറ്റ് ആർക്കും കൊടുക്കുകയല്ല, ഈ പ്ലേറ്റിലേ കഴിക്കുള്ളൂ. ഇനി കഞ്ഞിയല്ല ചോറല്ല എന്തായാലും. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് കഞ്ഞി വിളമ്പി അതിൽ കുറച്ച് സവാള ഇട്ടു, 2 കാന്താരി. ചെറിയുള്ളിയാണ് ഇടുന്നത്, ചെറിയുള്ളി എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് സവാളയാണ് ഇട്ടത്. അങ്ങനെ സെറ്റാക്കി ഫസ്റ്റ് രതീഷേട്ടൻ കഴിക്കട്ടെ വിചാരിച്ചു. രതീഷേട്ടൻ അത് എന്താ പറയുക, ഞെരടി കഴിക്കില്ല നമ്മൾ കാന്താരി, അതങ്ങനെ ഞെരടിയിട്ട് കഴിക്കാൻ നോക്കുക. അപ്പോൾ അവിടുത്തെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർ കഴിക്കുക എന്നുള്ളതാണ്. രതീഷേട്ടന് പൊതുവെ ഭയങ്കര താല്പര്യമുണ്ട് ഇങ്ങനത്തെ കഞ്ഞി, കാരണം തൈരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞു അടുത്തത് ആ മോക്ക് കൊടുക്കാൻ പോവുകയാണ്. ആ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഒക്കെ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് കഴിക്കുന്നതെന്നുള്ളത്. അവർക്ക് രാവിലെ എങ്ങനത് കഴിക്കുമെന്ന് വലിയ താല്പര്യമില്ല, പക്ഷേ രതീഷേട്ടൻ സമ്മതിക്കില്ല. ആ മുഖം കണ്ടോ, സൂപ്പർന്ന് പറയിപ്പിച്ച് പറഞ്ഞ പോലെ ഉണ്ടല്ലേ. തീരെ ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് പോവുകയാണ്. കണ്ടോ, ഇനി വഴിക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോകുന്നത്. അപ്പോൾ രതീഷേട്ടൻ ഒറ്റ നിർബന്ധം കേട്ടോ, വീട്ടിൽ എന്തുണ്ടാക്കിയാലും ഒന്ന് മക്കളെ കൊണ്ട് കഴിപ്പിക്കണം എന്ന് പറയും. അവർ എല്ലാം കഴിച്ചു പഠിക്കണം എന്നാണ് പറയാം. അതുകൊണ്ട് അവരെ കൊണ്ട് കഴിപ്പിക്കും. അടുത്ത മോനാണ്. മോൻ പിന്നെ അവൻ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, പിന്നെ അവൻ കഴിക്കുകയാണ്. ഒന്നുമല്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൻ കഴിക്കുന്നത്. തൊട്ടടുത്ത് രതീഷേട്ടൻ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഒന്നും പറയാൻ വയ്യ. അടുത്തത് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ വെച്ചാൽ ആ നൊസ്റ്റു ഫീൽ തന്നെ ഒരു ചെറിയൊരു കുഴിയുള്ള പാത്രത്തിൽ, എൻ്റെ കയ്യിൽ ആ മണ്ണിൻ്റെ പാത്രമൊന്നുമില്ല, പക്ഷേ ഞാനൊരു കുഴിയുള്ള പാത്രം എടുത്ത് അതിലാണ് കഴിക്കുന്നത്. ഞാൻ എല്ലാ പോലെ തന്നെ കാന്താരി ഉപ്പ്, ഞാൻ കുറച്ച് അച്ചാറും ഇട്ടിട്ടുണ്ട്, പപ്പടം ഇട്ടിട്ടുണ്ട്, അതെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.